ഡോക്ടർ കെ ജയപ്രസാദ്, എന്തുകൊണ്ടാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയില്ല എന്ന ഒരു കടുംപിടുത്തത്തിൽ സർക്കാർ നിൽക്കുന്നത്? ധാർമ്മിക ഉത്തരവാദിത്തം എന്ന് പറയാമല്ലോ. ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാരിന് നേരിട്ട് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞാലും നേരത്തെ ശ്രീ ജോൺ ബ്രിട്ടാസ് പറഞ്ഞതുപോലെ ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്. കാരണം ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നീറ്റ് ചോദ്യപേപ്പർ അടക്കം ചോർന്നിട്ടുണ്ട്. ഇവിടെ CBSE പരീക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കുഞ്ഞുങ്ങളുടെ ആത്മഹത്യ ഉണ്ടായിട്ടുണ്ട്. പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നതിൽ നിന്ന് കേന്ദ്ര സർക്കാരിനെ ചെറുക്കുന്ന ഘടകം എന്താണ്? കഴിഞ്ഞ മെയ് 3-ാം തീയതി നടന്ന നീറ്റ് പരീക്ഷ ഏതാണ്ട് 22 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയാണ് ജൂൺ 12-ാം തീയതി സർക്കാർ ക്യാൻസൽ ചെയ്യുന്നത്. കാരണം ജൂൺ 4-ാം തീയതി തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അത് മാധ്യമങ്ങളോ രാഷ്ട്രീയ നേതൃത്വമോ ഒന്നും കൊണ്ടുവന്നതല്ല, ഗവൺമെൻറ്റിൻ്റെ തന്നെ ഏജൻസികൾ, രാജസ്ഥാൻ CBI, രാജസ്ഥാൻ പോലീസ് ഉൾപ്പെടെയുള്ളവർ ഈ വിഷയങ്ങളെ കൊണ്ടുവരുന്നു. അതിൽ ശരിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാർ അത് ക്യാൻസൽ ചെയ്യുന്നു. ജൂൺ 21-ാം തീയതി പുനഃപരീക്ഷ നടത്തുന്നു. ജൂലൈ 16-ന് എൻ്റെ റിസൾട്ട് വന്ന് അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ വ്യക്തിപരമായിട്ട് എൻ്റെ 2 പെൺമക്കളും നീറ്റ് UG PG പരീക്ഷകൾ നിരവധി തവണ എഴുതി അതിലൂടെ വിദ്യാഭ്യാസത്തിൽ കടന്നവരാണ്. എനിക്കൊരു പാരൻ്റ് എന്നുള്ള തലത്തിൽ ഇതിൻ്റെ വേദന നല്ലവണ്ണം അറിയാം. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ത്യയിലെ പ്രതിപക്ഷം ഈ വിഷയത്തെ ഏറ്റെടുക്കാൻ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ജൂൺ 4-ാം തീയതി മെയ് 4-ാം തീയതി ഈ സമരം തുടങ്ങിയിരുന്നെങ്കിൽ ഞാൻ ഈ സമരത്തെ പിന്തുണയ്ക്കുമായിരുന്നു. അത് പുനഃപരീക്ഷയും കഴിഞ്ഞ് റിസൾട്ടും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ഈ വിഷയം കാര്യമായി ചർച്ചയ്ക്കെടുത്തില്ല. ഇതിൽ അമേരിക്കയിൽ നിന്ന് ശ്രീ അഭിജിത്ത് ദീപക് എന്ന് പറയുന്ന ഒരു പൗരൻ, അയാൾ പഴയ കാലത്ത് ആം ആദ്മി പാർട്ടിയുടെ ഒരു പ്രവർത്തകനായിരുന്നു എന്നറിയുന്നു. അദ്ദേഹം മെയ് 15-ാം തീയതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നടത്തിയ ഒരു പരാമർശത്തിൻ്റെ പശ്ചാത്തലത്തിൽ 16-ാം തീയതി ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടതിന് ശേഷം അദ്ദേഹം ഈ രംഗത്ത് കടന്നു വന്നതിന് ശേഷമാണ് ഇത് നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നത്, നമ്മുടെ കേരളീയ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നത്. അതിനുശേഷം ജൂൺ 6-ാം തീയതിയാണ് അദ്ദേഹം ഡൽഹിയിൽ ലാൻഡ് ചെയ്യുന്നത്. അതിനു മുമ്പ് ജൂൺ 28-ന് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ എത്രയോ നാളുകളായി ഇത് ചർച്ച ചെയ്യുകയാണ്. ഞാനിവിടെ പറയുന്നത് നമ്മളിപ്പോൾ പറയുന്നത് രാഷ്ട്രീയ ചർച്ചയാണ്. മക്കളും ഇതിലൂടെ പോകുന്നു എന്നത്. അപ്പോ നോക്കൂ, അപ്പം എന്തിനാണ് പ്രതിപക്ഷം ഇത് ഏറ്റെടുക്കുന്നത് വരെ സർക്കാർ അതിൽ മിണ്ടാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ധർമ്മേന്ദ്ര പ്രധാനോട് ചോദിക്കാത്തത്? എന്താണ് നിങ്ങളുടെ വകുപ്പിന് കീഴെ നടക്കുന്നത് എന്നത്? അല്ല, അങ്ങനെ പറയുമ്പോഴേ നമ്മളതിൻ്റെ ചരിത്രം, കഴിഞ്ഞ 20 വർഷം ഇന്ത്യയിൽ നടന്ന പരീക്ഷാ ക്രമക്കേടുകൾ എത്രയാണെന്ന് ഞാൻ 35 വർഷമായിട്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്നതാണ്. അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ പ്രോ വൈസ് ചാൻസലറായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. NDAയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. എനിക്കിതിനെക്കുറിച്ചെല്ലാം നല്ലവണ്ണം അറിയാം. പക്ഷേ ഇതുവരെ നമ്മുടെ CPM നേതാക്കൾ ഉൾപ്പെടെ ആരും തന്നെ ഇത്തരം ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചു. ഇപ്പോൾ 2008 AIPMT ടെസ്റ്റ്, അന്ന് നീറ്റിലെ AIPMT ടെസ്റ്റ് അത് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു. എയിംസിൻ്റെ 12 ചോർന്നു. JEE പരീക്ഷ ചോർന്നു. ഒരുപാട് സംഭവങ്ങളുണ്ടായി. കേരളത്തിൽ PSC പരീക്ഷ, ഇപ്പോൾ കോൺസ്റ്റബിൾ പരീക്ഷ നമുക്കറിയാം. ഈ അടുത്ത കഴിഞ്ഞ ആഴ്ചയിൽ അന്നൊന്നും നമ്മളുടെ ആരും മന്ത്രി രാജിവെക്കണം, കേരളത്തിൽ ബ്രിട്ടാസിന്റെ പാർട്ടി പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഞാനല്ലേ രാഷ്ട്രീയ താല്പര്യമല്ലേ? എന്തിനാണ് 2008 പോകുന്നത്? 2026 ഇവിടെ നിൽക്കുമ്പോൾ അത് രാഷ്ട്രീയ താല്പര്യമല്ലേ? അല്ല, നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത് ഇനി കുറ്റമറ്റ രീതിയിൽ നമ്മുടെ രാജ്യത്ത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഭാവി തലമുറയിലോ അല്ലെങ്കിൽ ഇനി വരുന്ന പരീക്ഷകളിൽ കുറ്റമറ്റ രീതിയിൽ പരീക്ഷ നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള സംവിധാനങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇപ്പോൾ 2024 ഇതുപോലെയുള്ള ചോർച്ച ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ നിയോഗിക്കേണ്ടായി. രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ പ്രപ്പോസൽ എല്ലാം ഗവൺമെൻറ് ഇതുവരെ അപ്രൂവ് ചെയ്തിട്ടില്ല. അതിന് പ്രധാന കാരണം അതിനുള്ള ചില ടെക്നിക്കൽ സംവിധാനമില്ല. അത് അടുത്ത വർഷം മുതൽ നടപ്പാക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ആ കമ്മീഷൻ്റെ മുന്നിൽ എൻ്റേതായ ഒരു സബ്മിഷൻ നടത്തിയ ഒരാളാണ്. കാരണം ഈ വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല. ഇതിലെ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഗവൺമെന്റിന്റെ ഭാഗത്ത് കൊലപാതകമാണെങ്കിലോ ഇനി ഒരാളെ കൊല്ലാതിരിക്കാനുള്ള നടപടികൾ എടുത്താൽ മതിയോ? 20 കുട്ടികളുടെ 20ഓളം അനൌദ്യോഗിക കണക്കാണ്, 14 പേരെന്നതാണ് ഔദ്യോഗിക കണക്ക്. 20 കുട്ടികളുടെ ജീവനാണ്. ആത്മഹത്യ ആയതുകൊണ്ടാണ് അങ്ങേക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്നത്. അത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്ന നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ കൊലപാതകമാണ് സർ. അപ്പൊ സ്വാഭാവികമായും അവർക്ക് നീതി കിട്ടുക എന്നത് ഈ സിസ്റ്റത്തിന്റെ ആവശ്യമല്ലേ? ഈ നാടിന്റെയും ഈ ജനങ്ങളുടെയും ആവശ്യമല്ലേ? നമ്മുടെ രാഷ്ട്രീയാവസ്ഥയുടെ ആവശ്യമല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി നടന്നാൽ മതിയോ? നന്നായി. അല്ല,
അല്ലല്ല, നമ്മുടെ രാജ്യത്ത് ഇതുപോലെയുള്ള സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിപ്പോൾ മോഡി ഗവൺമെന്റിനെതിരായ ഒരു ആയുധമാക്കി ബ്രിട്ടാസിനെ പോലെയുള്ളവർ അവതരിപ്പിക്കുന്നതല്ല. ഇത്രയും ആത്മാർത്ഥത നമ്മുടെ കേരളത്തിലെ PSC പരീക്ഷ എഴുതി അല്ലെങ്കിൽ റോങ് ഹോൾഡേഴ്സിനെ സമന്വയപ്പെടുന്ന ഇവരുടെ ശബ്ദം ഉയർന്നില്ല. ഞാൻ പറഞ്ഞത് ഇവിടെ ഒരുപാട് ആത്മഹത്യകൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞത് ഇതിൻ്റെ രാഷ്ട്രീയ വശം അവിടെ നിൽക്കട്ടെ, പക്ഷേ അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് രാഷ്ട്രീയമായിട്ടും മന്ത്രിക്ക് രാജിവെക്കാം. പക്ഷേ അതുവരെ അങ്ങനെ ഒരു കീഴ്വഴക്കം UPA ഗവൺമെൻറ് സമയത്ത് ഉണ്ടായിട്ടില്ല, ഇടതുപക്ഷ സർക്കാരിൽ ഉണ്ടായിട്ടില്ല, കോൺഗ്രസ് സർക്കാരിൽ BJP സർക്കാർ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ഇനി ഒരു കീഴ്വഴക്കം ഉണ്ടാക്കുന്നതിന് തെറ്റൊന്നുമില്ല, അതിനോടൊന്നും നമുക്ക് വിയോജിപ്പൊന്നുമില്ല. ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ ഇതിനെ ചർച്ച ചെയ്യുന്നത് ഈ ഒരു പരീക്ഷ നടക്കുകയും അതിൽ ഒരുപാട് വേദന കുട്ടികൾ സഹിക്കേണ്ടായി. കാരണം നമുക്കറിയില്ല ഇതിൻ്റെ ആത്മസംഘർഷം. ഒരു പരീക്ഷ ഒരു സ്പോർട്സിലാണെങ്കിലും പരീക്ഷയിലാണെങ്കിലും ഒരു പ്രാവശ്യം എഴുതുന്ന ഒരാൾ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതുവഴി ആ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയണമെന്നില്ല. പക്ഷേ ആ കുട്ടികൾ 21-ാം തീയതി പരീക്ഷ എഴുതി കഴിഞ്ഞ് ഈ 16-ാം തീയതി റിസൾട്ട് വന്നു, അവർ അഡ്മിഷൻ്റെ പ്രൊസീജിയറിലേക്ക് പോകുന്നു. അപ്പോൾ ഗവൺമെൻറ് ഒരു ഭാഗത്ത് ഉണർന്ന് പ്രവർത്തിച്ചു, അതേസമയം കുറ്റവാളികൾ വിദ്യാർത്ഥികളെ നേരിടാൻ വേണ്ടിയിട്ടാണ് പെല്ലറ്റുകൾ വിദ്യാർത്ഥികൾക്കെതിരെയും പ്രക്ഷോഭകർക്കെതിരെയും ഉപയോഗിക്കുന്ന സർക്കാർ. എങ്ങനെയാണ് സർക്കാർ സംവിധാനം അതിന്റെ സ്വന്തം പൗരന്മാരെ നേരിടുന്നത് എന്ന കാഴ്ച ഈ ജനാധിപത്യത്തിൽ അമ്പരപ്പുണ്ടാക്കുകയാണ് സർ. തെരുവിൽ തന്നെയാണ് സാർ നേരിട്ടത്. തെരുവിൽ തന്നെയാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മാത്രമേ നേരിട്ടിട്ടുള്ളൂ. അല്ല സാർ, ഇന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ എല്ലാ ദിവസവും നമ്മളെ ഈ വാട്ടർ വെള്ളമടിച്ച് നമ്മൾ എല്ലാ ദിവസവും കാണുന്നത്, ഇന്നും കാണേണ്ടതാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? അപ്പോൾ ഇവിടെ നമ്മൾ ആശാസമരം നടന്നപ്പോഴും ഇവിടെ ലാത്തി ചാർജ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അതിനെ വിമർശിക്കാറുണ്ട്. ഇവിടെ പെല്ലറ്റ് ഒന്നും ഉപയോഗിക്കാറില്ല. ഇവിടെ ലാത്തി ചാർജ് ഉണ്ടാവുകയിൽ വിമർശിക്കാറുണ്ട്. എന്തിന് ഈ പറയുന്ന ജലപീരങ്കി ഇത്തിരി ശക്തി കൂടിയിട്ടാണെങ്കിൽ അതിനെ വിമർശിക്കാറുണ്ട്. മേഖലയിൽ അതുപോലെയാണോ പെല്ലറ്റ് ഉപയോഗിക്കുന്നത്? അല്ല, പാർലമെന്റിന്റെ അടുത്ത് നിരോധിത മേഖലയിൽ വലിയൊരു ജനക്കൂട്ടം കടന്നു വരുന്നു. അതുപോലെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അത്രയും കീഴ്വഴക്കങ്ങളൊന്നും ഉണ്ടായില്ല. ഇപ്പം നരേന്ദ്രമോദി ആയതുകൊണ്ട് ഇത് അനുവദിച്ചു, ഇന്ദിരാഗാന്ധി ആണെങ്കിൽ ഇത് അനുവദിക്കൂ. അപ്പോൾ ആ തരത്തിൽ നിങ്ങൾ പറയുന്ന ഫാസിസ്റ്റ് ഗവൺമെന്റ് ആയതുകൊണ്ടാണ് പാർലമെന്റിന്റെ അടുത്ത് വിദ്യാർത്ഥികൾക്ക് എത്താൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ ഈ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് എത്താൻ കഴിഞ്ഞത്. ശരി. Debate with Madhu Saji.